തിരുവനന്തപുരത്ത് ജീവനൊടുക്കിയ BJP കൗൺസിലർ തിരുമല അനിലിന്റെ നിർണായക ഫോൺ സംഭാഷണം ന്യൂസ് മലയാളം പുറത്തുവിടുകയാണ്. നിക്ഷേപകന്റെ മകളോട് പോലീസിനെ സമീപിക്കാനാണ് അനിൽ നിർദ്ദേശിക്കുന്നത്. ആഹാരം കഴിക്കാനോ ഉറങ്ങാനോ ആകുന്നില്ല എന്ന് നിസ്സഹായനായി തിരുമല അനിൽ പറയുന്നു. സമ്മർദ്ദത്തിനിടയിലും നിക്ഷേപകന് അനിൽ ചികിത്സാ സഹായം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ ശബ്ദം, അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കാം. പറഞ്ഞു കേട്ടാ. ഞാൻ ഇന്നിപ്പോ നമുക്ക് പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞ ആൾക്കാരുടെ കുറെ പേരുടെ വീടുകളിൽ പോയിട്ട് വന്നതാണ്. അപ്പം ഈ ബോർഡ് മെമ്പർമാരെ എല്ലാരെയും ഞാൻ ഒന്ന് വിളിച്ചു. പക്ഷെ ആരും വന്നില്ല ഇന്ന്. അപ്പൊ നാളെ ഒന്ന് രാവിലെ ഞാൻ വിളിക്കാം. നമ്മെ കൊണ്ടൊന്ന് ഫ്രീ ആയിട്ടൊന്ന് സംസാരിപ്പിക്കണം. എന്നെ അവിടെ വിളിപ്പിക്കട്ടെ എന്നെ. അതെ അതെ, അതാണ് ചേട്ടാ നല്ലത്. അല്ലാതെ ചേട്ടന്റെ ഒറ്റ കൈക്ക് പോയത് നടക്കത്തില്ല. മനസ്സിലായി. ഇവരും ആവശ്യക്കാരാണ്, കാശിന് ആവശ്യക്കാരാണ്. ഈ പറയുന്ന പോലെ ചേട്ടാ കണ്ടല്ലോ, നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കി. ഞാൻ ഇപ്പതാ കുറച്ചു മുന്നേ പോയി, അമ്മയ്ക്ക് കാലുവേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ കൊണ്ടുപോയി ഒരു 50,000 രൂപയ്ക്ക് പണയം വെച്ചിട്ട് വന്നു. അപ്പം നാളെ അമ്മയെ എന്തായാലും കൊണ്ട് എസ്കേപ്പ് പോകണം. ശനിയാഴ്ച അച്ഛനെ കൊണ്ടുപോകണം. അപ്പം അങ്ങനെ എനിക്ക് എന്തായാലും കാശുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ കൊണ്ടുവന്ന് പണയം വെച്ചിട്ട് വന്നു. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, നാളെ എസ്കേയിൽ പോണതിന് മുന്നേ ആയിട്ട് ഒന്ന് CA എടുത്ത് പോയി സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞു. കാരണം വെച്ചാൽ ചേട്ടൻ ഒറ്റയ്ക്ക് ഇത് ഇറങ്ങിയത് കൊണ്ട് നടക്കത്തില്ല ചേട്ടാ. അപ്പൊ അതുകൊണ്ട് ചേട്ടൻ വിഷമിക്കണ്ട. കാരണം വെച്ചാൽ അവരും കൂടെ ഇപ്പൊ ചേട്ടനല്ലല്ലോ ഈ പറയുന്ന പോലെ ഈ കാശെടുത്ത് മറിച്ചത്. അപ്പൊ ചേട്ടൻ ഒറ്റയ്ക്ക് കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലാവുന്നുണ്ട്. ഇതിപ്പോ അവിടെ നിന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു ചൂട് വരും. അല്ലാതെ ചേട്ടൻ ചെന്ന് പറഞ്ഞതും കൊണ്ട് അവരെല്ലാവരും നിസ്സാരം പോലെ നിൽക്കുകയല്ലേ. ചേട്ടൻ എന്തിനാ ഒറ്റയ്ക്ക് കിടന്ന് ടെൻഷൻ അനുഭവിക്കുന്നേ? അപ്പൊ അമ്മ ഒന്ന് CA കണ്ട് സംസാരിക്കട്ടെ. ഇന്നലെ ആയിരുന്നു ഡേറ്റ്, കാശ് കിട്ടിയില്ല എന്ന് പറയുമ്പോ അവര് CA വിളിപ്പിക്കുമല്ലോ. നിന്റെ ആ ഇടപെടലും സംസാരമൊക്കെ ശരിക്കും മാനസികമായിട്ട് ഞാൻ ഒരുപാട് ഒരു വല്ലാത്ത സ്റ്റേജിലായിപ്പോയി. ചേട്ടാ കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫുൾ ബാക്കിൽ നിന്ന് ഒരു പ്രഷർ വന്നിട്ട് പോലും അതൊരു കേസ് ഫയൽ ചെയ്യണം, മീഡിയയിൽ കൊടുക്കണമെന്ന് പറഞ്ഞപ്പം പോലും സത്യം പറഞ്ഞാൽ ഞാൻ ചേട്ടന്റെ ഞാൻ ശ്രീമാരമോഹൻ്റെ അടുത്ത് ഞാൻ തുറന്നു പറഞ്ഞൊരു കാര്യം, ഞാൻ അനുശേന്റെ ഒരാളുടെ മുഖം നോക്കിയിട്ടാണ് മാമ ഞാൻ ചെയ്യാത്തത്. ഓണം കഴിഞ്ഞതോടുകൂടി മക്കളെ എല്ലാം ഒരു തിരിച്ചടവും വരാതെ ആകെ ഒരു വേണ്ട ചേട്ടാ. അത് ഞാൻ പറഞ്ഞില്ലേ, ചേട്ടന് ഒറ്റയ്ക്ക് ആ ഒരു ഇത് വേണ്ട. കാരണം ചേട്ടന് ഒറ്റയ്ക്കുള്ളതല്ലല്ലോ ഈ ബോർഡെന്ന് പറയുമ്പോൾ, ഒറ്റയ്ക്കല്ലല്ലോ. അത് അമ്മ നാളെ പോയി CA എടുത്ത് സംസാരിക്കുമ്പോൾ CA വിളിച്ചോളൂ. ചേട്ടൻ എന്തിനാ ഒറ്റയ്ക്ക് കിടന്ന് ആ ടെൻഷൻ അനുഭവിക്കേണ്ട കാര്യമില്ല. പകുതിയായി മക്കളെ, ശരീരമൊക്കെ പകുതിയായി. ഞാൻ ആകെ ഒരു ഇതായി. പിള്ളേരാണെങ്കിൽ ഒന്നും എത്തിയില്ല, കൊച്ചു പിള്ളേർ. മക്കളെന്തായാലും അമ്മ രാവിലെ ഒന്ന് CA വിളിപ്പിക്കണം. ഞാൻ അത് ക്ലിയർ ചെയ്തോളാം. ഞാൻ നീ ഇന്ന് എന്തെങ്കിലും വിളിപ്പിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നാളെ എന്തെങ്കിലും ഞാൻ ചെയ്തോളാം. ഒന്ന് വിളിപ്പിക്കണം. ഓക്കെ രാവിലെ വിളിക്കാം. ശരിയാക്കാം. ശരി ശരി ശരി.